ഒരിക്കൽ കൂടി ജനവിധിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. PR ആണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊന്നും ദയവ് ചെയ്ത് ആരും പറയാതിരിക്കുക. പ്രേക്ഷക വിധിയെ മാനിക്കുക. ഇത്രയും ദിവസം അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ സൈലന്റ് ആയിട്ടിരുന്നത്. കാരണം ജനവിധിയെ സംഭവിക്കൂ എന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു ദിവസം മുമ്പ് മാത്രം ഇട്ട ഒരു കമ്മ്യൂണിറ്റി പോൾ വെക്കുകയാണ്. 1-ാം സ്ഥാനത്ത് അനുമോൾ, 2-ാം സ്ഥാനത്ത് അനീഷ്, 3-ാം സ്ഥാനത്ത് ഷാനവാസ്. നമുക്ക് കമ്മ്യൂണിറ്റി പോളിനകത്തൊരു കുഴപ്പം, 4 പേരുകൾ മാത്രമേ നമുക്ക് ഫോട്ടോ വെച്ചുകൊണ്ട് പോളിൽ ഇടാൻ കഴിയുള്ളൂ. യൂട്യൂബ് അത്ര മാത്രമേ നമുക്ക് അതിനകത്ത് ഓപ്ഷൻ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പേരുകൾ നമ്മൾ ഒന്നിച്ചങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു പോളിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 4-ഉം 5-ഉം സ്ഥാനത്ത് അക്ബറും അതുപോലെ നെവിനും. നെവിൻ 4-മതും അക്ബർ 5-മതും വന്നു. സോ ഈ ഒരു കമ്മ്യൂണിറ്റി പോൾ അനുസരിച്ച് വളരെ കൃത്യമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ടോപ്പ് 4 ഈ കമ്മ്യൂണിറ്റി പോൾ അനുസരിച്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അക്ബറും നെവിനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനിത് പറയാൻ കാരണം, നമ്മുടെ പോലെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ ചെയ്യുന്ന ചാനലുകളിലുള്ള കമ്മ്യൂണിറ്റി പോൾസ് എന്ന് പറയുന്നത്, അവിടെ ബിഗ് ബോസിന്റെ ഓഡിയൻസ് ആണ് വോട്ട് ചെയ്യുന്നത്. മറ്റുള്ള ഓഡിയൻസും ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ മെജോറിറ്റി ബിഗ് ബോസിന്റെ ഓഡിയൻസ് ആയിരിക്കും. സോ അതിൽ നിന്ന് നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ സീസൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 3-ാമത്തെ സീസൺ മുതൽ ഈ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോളുകൾ നമുക്ക് ഓപ്ഷനായിട്ട് നൽകിയ ആ ഒരു കാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് വിന്നർ ആവുന്നത് അവസാന ആഴ്ചയിലൊക്കെ വരുന്ന കമ്മ്യൂണിറ്റി പോളുകൾ ഏറെക്കുറെ ശരിയായിരിക്കും. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ലാസ്റ്റത്തെ 1-2 പൊസിഷനിലൊക്കെ വന്നേക്കാം. ഓൾമോസ്റ്റ് ശരിയായിരിക്കും. പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് കൊടുക്കുന്ന ചാനലുകളിലെ പോളുകൾ. ഇപ്പൊ നമ്മുടെ ഈ ചാനലിൽ കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള പോളുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. അവിടെയൊക്കെ തന്നെ ഇത് വ്യക്തമായിട്ട് നമുക്ക് കാണാം. സോ ദയവ് ഇത് ബോട്ടിനെ അടിച്ച് കയറ്റി PR ആണ് അങ്ങനെയൊന്നും പറയരുത്. ഇതേപോലെ ആയിരിക്കില്ല അവർക്ക് അവിടെ കിട്ടുന്ന വോട്ട്. ഇതൊരു ട്രെൻഡ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. ഇത് തെറ്റിക്കൂടാന്നൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇതുവരെ ഏറെക്കുറെ കറക്റ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ആക്റ്റീവ് ആയിട്ടുള്ള ബിഗ് ബോസിന്റെ ഓഡിയൻസ് ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒന്നും കിട്ടാത്തൊരു ജെന്യുവിൻ റിസൾട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത്. സോ PR കാരണമാണ് ജയിച്ചെന്ന് പറഞ്ഞവർ ലാലേട്ടൻ കാണിച്ച വോട്ട് ഷെയറും കൂടി കാണണം. അനുമോൾക്കുണ്ടായിരുന്ന സപ്പോർട്ടും അനീഷിന് വന്നിട്ടുണ്ട്, ഷാനവാസ് വന്നിട്ടുണ്ട്, നൂറ വന്നിട്ടുണ്ട്. അനുമോൾ ഇല്ലാതിരുന്ന ഒരാഴ്ചയിലാണെന്ന് തോന്നുന്നു നൂറയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടിയത്. സോ ഇതിനകത്ത് മാറിയും തിരിഞ്ഞൊക്കെ അവിടെ വോട്ടുകൾ പലർക്കും കൂടുകയും കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫിനാലെ ആയ സമയത്തേക്ക് നോക്കൂ, അത് ഒരാളിലേക്ക് കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചത്. കാരണം ഓഡിയൻസ് അതുവരെ ജഡ്ജ് ചെയ്യുന്ന പോലെ അല്ല ഫിനാലെ വീക്കിൽ ജഡ്ജ് ചെയ്യുന്നത്. അവിടെ അവർ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്ക്, ചിലപ്പോൾ ഒരാൾക്ക് തന്നെ 2-3 പേരെ ഇഷ്ടം കാണും. അതിലാരാണോ ബെറ്റർ എന്ന് തോന്നുന്ന ആ ആൾ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓഡിയൻസ് അവസാന ആഴ്ചയിൽ എപ്പോഴും വോട്ട് ചെയ്യുക. അതാണ് നമുക്ക് ഈ ഒരു വിജയത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നോക്കൂ, ഷാനവാസ് കത്തി നിന്നൊരു ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഇന്ന് ലാലേട്ടൻ കാണിച്ചിരുന്നു. അദ്ദേഹത്തിന് നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഗെയിമിൽ കളിക്കുന്ന ആളുകൾക്ക് വോട്ട് കിട്ടും. ഇപ്പൊ അനുമോൾ താഴേക്ക് പോയ സമയത്ത് അനുമോളുടെ വോട്ടും താഴോട്ട് പോയിട്ടുണ്ട്. ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് പലരുടെയും വിചാരം അങ്ങ് ഒരാളെ തന്നെ പിടിച്ച് അങ്ങനെയൊന്നുമില്ല. ചിലര് ഒരാളെ ഇഷ്ടപ്പെട്ട അവസാനം വരെ ഇഷ്ടപ്പെടും. ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഗെയിമിനെ വിലയിരുത്തിയിട്ട് വോട്ട് ചെയ്യുന്നവരാ. സോ അവരിതിനോട് അവസാനത്തോടെ എത്തുമ്പോൾ അനുമോൾ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തിരുത്തി പ്രതിസന്ധികളെ അതിജീവിച്ച് ഫിനാലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ അവർക്ക് ഡിസർവിംഗ് ആയിട്ട് തോന്നി. ഒറ്റ പെൺകുട്ടിയാണ് ഫൈനൽ 5-ൽ വന്നത്. ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് എന്ത് പറ്റി? അവർക്കൊക്കെ പല സമയങ്ങളിൽ വീണു പോകേണ്ടി വന്നു. അതുപോലെ തന്നെ ഇപ്പൊ അനുമോളുടെ PR എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ട് വരുമ്പോൾ ആലോചിക്കേണ്ടത്, അനുമോളുടെ ഏറ്റവും വലിയ ശത്രു ആയിരുന്ന അക്ബർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നെവിൻ അനുമോളായിട്ട് ഒരുപാട് വഴക്കിട്ട ആളാണ്, അവിടെ തന്നെ ഉണ്ടായിരുന്നു. തുടക്കം തൊട്ട് തന്നെ അനുമോളുമായിട്ട് ഫൈറ്റ് ഉണ്ടായിരുന്നു. അനീഷ് അവിടെ ഉണ്ട്. സോ ഇത് PR ആണ്, ആനയാണ്, ചേനയാണെന്നൊന്നും പറയരുത്. ജനവിധിയെ നമ്മൾ എപ്പോഴും അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റി പോൾ ഇവിടെ വീണ്ടും ഒന്ന് വെച്ചത്. ഇനി നാളെ മുതൽ അനുമോളെ പോയിട്ട് ഇപ്പൊ തന്നെ പലരും തുടങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് അമ്മാവന്മാരും കുറെ കപട കുതന്ത്ര പുരോഗമനവാദികളും ഒക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. PR എന്ന് പറഞ്ഞ്. കാരണം പരാജയങ്ങളെ മറച്ചു വയ്ക്കാനാണല്ലോ മറ്റുള്ളവരുടെ തലയിൽ പഴിചാരുന്നത്. അതാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഡിസർവിംഗ് ആയിരുന്നു. ഇപ്പൊ അനീഷ് ഇന്ന് ജയിച്ചിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം ഒന്നും വ്യത്യാസമാവില്ല. അനീഷും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ പ്രതിസന്ധികൾ അനീഷിനേക്കാൾ കൂടുതൽ തരണം ചെയ്ത വ്യക്തി ഈ സീസണിൽ അനുമോൾ തന്നെയായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും